ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് ഫുൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻറ്റ്സ്. എല്ലാവർക്കും റംദാൻ കരീം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംദാന് എണ്ണയിൽ പൊരിക്കാത്ത കൂന്തൽ കൊണ്ടുള്ളൊരു ഈസി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും എണ്ണയിൽ പൊരിക്കാത്ത സ്നാക്സിനാണല്ലോ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങൾ ഫ്രണ്ട്സൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ കുറച്ച് കൈമാരി 2 ഗ്ലാസ് കൈമാരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിൽ എടുക്കാം. കൈമാരി ആകുമ്പോൾ കുറച്ചും കൂടി നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ 2 ഗ്ലാസ് കൈമാരി എടുത്തിട്ട് അതിനെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് വെള്ളത്തിൽ കുതിർത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. 2-3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തണം. അപ്പോൾ നമ്മുടെ കൂന്തൽ ഞാൻ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലും നൈസായിട്ട് പൊടിയായിട്ട് അരിയാൻ പറ്റില്ല, അങ്ങനെ ചെയ്യാം. എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അടി കട്ടിയുള്ള ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ സവാള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സവാള നന്നായിട്ട് അത്യാവശ്യം കളറ് മാറുന്ന വരെ മൂപ്പിച്ചെടുക്കണം. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത്, ഈ കൈമാരി നിങ്ങൾ എന്താ പറയുക വെള്ളത്തിൽ കുതിരാൻ വെക്കുമ്പോൾ ഞാനിതിൽ കുറച്ച് പുഴുങ്ങലരിയുടെ പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതില്ല എന്നുള്ളവർക്ക് നിങ്ങൾക്ക് എന്താ പറയുക കുറച്ച് പുഴുങ്ങലരി കുറച്ചെടുത്തിട്ട് അതിൽ കുതിർക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം, അരി കുതിർത്തിടാം. ഓക്കെ, പുഴുങ്ങലരി ഇല്ലാത്തവർക്ക് ഞാൻ അരയ്ക്കുമ്പോൾ കുറച്ച് പുഴുങ്ങലരി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കയമ്പരി മാത്രം വെച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് മയം കിട്ടാനാണ് പുഴുങ്ങലരി ചേർക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം കുറച്ച് നിങ്ങളുടെ എരിയുടെ ആവശ്യത്തിന് ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഉപ്പ് ചേർക്കാൻ മറക്കണ്ട. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് പൊടികളെല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ട കാര്യമുണ്ട്. എല്ലാവർക്കും അറിയാലോ ഈ മസാല ഇപ്പോൾ ഞാൻ ഈ കൂന്തലിലെ മസാല വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. അല്ല നിങ്ങൾക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഞാൻ കൂന്തൽ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്തായാലും നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഈ മീറ്റ് തന്നെ അധികം കഴിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതുപോലെ ഫിഷ് കൊണ്ടും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കൂ. കൂന്തലോ ചെമ്മീനോ ഒക്കെ എടുത്തിട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എണ്ണയിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്നില്ല, ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാണ്. ഇനിയൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് പ്രിഫർ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എല്ലാവർക്കും അറിയാലോ ഈ നോമ്പ് തുറന്നിട്ട് കുറേ എണ്ണമെഴുക്കുള്ള പലഹാരം കഴിച്ച് ശരീരം കേടുവരുത്താനും. ഓക്കെ, അപ്പോൾ കൂന്തൽ വേവിക്കാൻ ആവശ്യത്തിന് മാത്രമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് കൂന്തൽ വേവിക്കുക. ഓവറായിട്ട് കൂന്തൽ ഒരിക്കലും കുക്ക് ചെയ്തിരിക്കരുത്, അത് റബ്ബർ പോലെ ആയിത്തീരും. ഓക്കെ, ആ സമയം കൊണ്ട് നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ഒരു മിക്സർ ജാർ എടുത്തിട്ട് അതിലോട്ട് ഞാൻ പച്ചമുളക്, പിന്നെ പിന്നെ കറിവേപ്പില ഇതെല്ലാം വീണ്ടും ചേർക്കാനുണ്ട്. പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എനിക്കിവിടെ ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2-3 ഞാൻ കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ സവാള ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ തേങ്ങ ചേർക്കരുത്, ഒട്ടിപ്പിടിക്കും. പിന്നെ പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങൾ നല്ല ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഈ കൂന്തലിലോട്ട് ചേർക്കുക. എന്നിട്ട് ഈ കൂന്തൽ എന്ത് ചെയ്യണം, കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ കൂന്തൽ, അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. വെള്ളം നല്ല വറ്റിച്ച് വറവറാന്നാക്കിയെടുക്കണം. വെള്ളത്തോടുക്കന് അധികം വേണ്ട, അത് നമുക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് പിന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് മാവ് അരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ആ മാവ് അരി കഴുകി ഞാൻ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 2 ഗ്ലാസ് പച്ചരിയാണ്. 2 ഗ്ലാസ്സിൽ പച്ചരിയും കൂടി ഒരുമിച്ച് അരക്കുന്നില്ല, ഞാൻ പകുതിയായിട്ട് അരച്ചെടുക്കുകയാണ്. അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു കഷ്ണം ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കണം, മറക്കരുത്. കുറച്ച് ഉപ്പ് ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് നമ്മൾ അതിലിട്ടിട്ടുണ്ടല്ലോ കൂന്തൽ. പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ പത്തലിൻ്റെ പൊടിയില്ല, നെയ്പത്തലൊക്കെ അല്ല, അതിൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരി കുതിർക്കുമ്പോൾ കുറച്ച് പുഴുങ്ങലരി ചേർത്ത് കുതിർത്ത് അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഡ്ഡലി തട്ടിൽ ആവി കയറ്റണ ഇഡ്ഡലി തട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ സ്റ്റീമർ, അതിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ എണ്ണ തടവിയിട്ട് വെച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് മാവ് ഒഴിച്ചെടുക്കുക. ഇതാണ് രീതി. ലെയറായിട്ട് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പം പക്ഷെ നന്നായിട്ട് വേവണം, അധികം കട്ടിയിൽ മാവ് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒന്നങ്ങോട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവിയേറ്റെടുക്കുക. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം താഴ്ന്നു പോകും. ആ താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മളിങ്ങനെ കുറച്ചൊന്ന് ആവി കയറ്റിയിട്ട് മസാല അതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മാവ് ഇട്ട് കൊടുത്തിട്ട് കൂടുതൽ മസാല ഇട്ട് കൊടുക്കുക, അതാണ് അതിൻ്റെ ടേസ്റ്റ്. കൂടുതൽ മാവ് ഒഴിച്ചിട്ട് കുറച്ച് മസാല ഇട്ട് കഴിഞ്ഞാൽ മാവ് കട്ടിയായി ഉള്ളിൽ വെന്ത് കിട്ടാൻ പണിയാകും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂട്ടാനുള്ളൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പശു നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി. പശു നെയ്യ് ഒഴിച്ചു കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഓക്കെ, മല്ലിയില ഇട്ട് കൊടുത്തു. എന്നിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒന്ന് ആവി കയറ്റിയെടുത്തു. എന്നിട്ട് അതിന് മുകളിൽ വീണ്ടും അടുത്ത ലെയർ ഇട്ട് കൊടുക്കുക, വീണ്ടും മസാല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് ഹൈറ്റിൽ ചെയ്യരുത്, ചിലപ്പോൾ വെന്ത് കിട്ടാൻ ഇച്ചിരി പണിയാവും. അതുകൊണ്ടാണ് അങ്ങനെ ഇത് ഓരോ ലെയർ ഇങ്ങനെ ചെയ്ത് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവസാനം ഏകദേശം ഇപ്പോൾ ലാസ്റ്റത്തെ ലെയറാണ് ഇട്ടത്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ലാസ്റ്റത്തെ ലെയറിൻ്റെ മുകളിൽ മസാല ആക്കി വയ്ക്കാം, അല്ല ലാസ്റ്റത്തെ ലെയറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് മാവ് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എന്താ പറയുക, ഓരോ ലെയറായിട്ട് ഞാൻ ചെയ്ത് ലാസ്റ്റത്തെ ലെയറിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് അങ്ങനെ കാണാനാണ് ഇഷ്ടം, അല്ല നിങ്ങൾക്ക് മസാല ആയിട്ട് കാണാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ മേലെ കുറച്ച് മാവ്, കുറച്ച് മസാല, പിന്നെ മല്ലിയില അങ്ങനെയൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ. അപ്പോൾ അത് വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊരു കുത്തി നോക്കുകയാണ്. ഈ പപ്പടക്കമ്പിയോ അങ്ങനെ എന്തെങ്കിലും സ്ക്രൂവറോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ കുത്തി നോക്കുക. വെന്തിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം. എന്നിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതാ നമ്മുടെ കൂന്തൽ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. കിണ്ണത്തപ്പം, അടുക്ക് റൊട്ടിന്നോ അങ്ങനെ പലരും പല പേരുകളും പറയും, റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും റംദാൻ സ്നാക്കായിട്ട് ഇതൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ തന്നെ ലെയറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. മുറിക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ്, ലെയറായിട്ട് കിട്ടും. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്, വളരെ ഹെൽത്തി സ്നാക്ക് കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇനി കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും കമൻറ്റും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വീണ്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും വളരെ നന്ദിയുണ്ട്. അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.